ഹലോ ഫ്രണ്ട്സ്, വോൾസ് ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ കയ്യിലുള്ള ഒരു ട്രാൻസ്ഫോമർ, അതായത് നമുക്ക് ആവശ്യം ഇല്ലാത്ത വോൾട്ടേജ് ഉള്ള ഒരു ട്രാൻസ്ഫോമറിനെ നമുക്ക് ആവശ്യമുള്ള ഒരു വോൾട്ടേജ് ആക്കി മാറ്റുന്നത് എങ്ങനെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് 14.5 വോൾട്ട് 14.5 വോൾട്ട് ഉള്ള ഒരു ട്രാൻസ്ഫോമറാണ്. എനിക്ക് ആവശ്യമുള്ളത് 25 വോൾട്ടാണ്. അപ്പോൾ ഇതുപോലുള്ള പഴയ ട്രാൻസ്ഫോമറിനെ നമുക്ക് ആവശ്യമുള്ള വോൾട്ടേജ് ആക്കി മാറ്റുന്നത് എങ്ങനെയെന്നും കൂടെ ഇതിൽ കൂടെ മനസ്സിലാക്കാൻ പറ്റും. സെക്കൻഡറി വൈൻഡിങ്ങിനെ പൊളിച്ചെടുത്തതിന് ശേഷം പുതിയ നമുക്ക് ആവശ്യമായ വോൾട്ടേജ് ഇട്ട് വൈൻഡ് ചെയ്ത് എടുക്കുന്നത് എങ്ങനെയാണ് നോക്കാൻ പോകുന്നത്. ആദ്യം ട്രാൻസ്ഫോമറിനെ പൊളിക്കാം. കോറും വൈൻഡിങ് ചെയ്ത് ബോബിന് സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്. ഇതിൽ നിന്നും സെക്കൻഡറി ബോബിനെ ഇളക്കിയെടുക്കാം. ഈ ട്രാൻസ്ഫോമറിൽ പ്രൈമറി സെക്കൻഡറി സെപ്പറേറ്റ് വൈൻഡിങ് ആണ്. അതുകൊണ്ട് കുറച്ചുകൂടെ എളുപ്പമാണ്. സെക്കൻഡറി വൈൻഡിങ് പ്രൈമറി വൈൻഡിങ് മാറ്റി വയ്ക്കാം. അത് നമുക്ക് ആവശ്യമുള്ളതാണ്. ഇതിനാണ് മാറ്റം വരുത്തിയിട്ട് നമുക്ക് ആവശ്യമായ വോൾട്ടേജിലേക്ക് മാറ്റുന്നത്. ഇപ്പോൾ 14.014 വോൾട്ടാണ്. 14.5 14.5 14.5 15 0.5 എന്ന ഈ വൈൻഡിങ്ങിനെ നമുക്ക് വേണ്ടി 25 വോൾട്ടിലേക്ക് എങ്ങനെ മാറ്റുന്നു എന്നാണ് നോക്കുന്നത്. എനിക്ക് ആവശ്യമുള്ള 25 വോൾട്ടാണ്. അപ്പോൾ അതങ്ങനെയാണ് മാറ്റം വരുത്തുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. 25 27 വോൾട്ട് 14.5 വോൾട്ടിൽ എത്ര ചുറ്റിയിട്ടുണ്ടെന്ന്, എത്ര വൈൻഡിങ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കണം. അപ്പോൾ അത് നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 18 19 20 21 22 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 മുതൽ 14.5 വരെ 58 ടേൺസ്. നമുക്ക് വേണ്ടത് 25 അല്ലെങ്കിൽ 27 വോൾട്ടാണ് എനിക്ക് ആവശ്യമായ വോൾട്ടേജ്. അതെങ്ങനെ മാറ്റുന്നതാണ് നോക്കാൻ പോകുന്നത്. നമുക്ക് 14.5 വോൾട്ടിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 58 ടേൺസ് ആണ്. അപ്പോൾ 58 ഡിവൈഡഡ് ബൈ 14.5 സമം 58 ഭാഗം 14.5 4. ആൻസർ 4 കിട്ടി. അപ്പോൾ നമുക്ക് വേണ്ടത് 27 വോൾട്ടാണ്. 25 വോൾട്ട് 25 ഗുണം 4 25 വോൾട്ട് കിട്ടാൻ ഈ 4നെ 25 കൊണ്ട് ഗുണിക്കും. അപ്പോൾ 100 കിട്ടും.
100 ടേൺസ് ചുറ്റിയാൽ നമുക്ക് 25 വോൾട്ട്. അപ്പോൾ നമ്മൾ നമ്മളതായ വൈൻഡിങ് ഇട്ട് ചെയ്യാൻ പോവുകയാണ്. 18-20 ഗേജ് വയറാണ് എടുത്തേക്കുന്നത്. അപ്പോൾ 100 ടേൺസ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ട്രാൻസ്ഫോമർ കോറലായിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വോൾട്ട് കാണിക്കുന്നുണ്ട്. ലൈൻ വോൾട്ടേജ് കുറവായതുകൊണ്ടാണ് 22 കാണിക്കുന്നത്. 230 വോൾട്ട് ലൈൻ വോൾട്ടേജ് ഉണ്ടെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് 25 വോൾട്ടേജ് കിട്ടുള്ളൂ. അപ്പോൾ 22-23 എന്നും പറഞ്ഞ് നിൽപ്പുണ്ട്. നേരത്തെ 14.5 വോൾട്ട് ചെക്ക് ചെയ്തപ്പോൾ 12 വോൾട്ടേ ഉള്ളായിരുന്നു. അപ്പോൾ ഇതുപോലെ നമുക്ക് ട്രാൻസ്ഫോമറിൻ്റെ വോൾട്ടേജ് മാറ്റി വൈൻഡിങ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി അടുത്ത് കാണാം. ബൈ.